ഒരു ഭാഗം വായിക്കാം. आज सुबह ही वक्त परमेश्वर की वचन से एक मात्रा मनन करे. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. इब्रानियों की पत्री 13वां अध्याय की पहले और दूसरा पद. നമുക്കെല്ലാം സുപരിചിതമായ നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. और हमारे लिए ये वचन बहुत सारे सुपरिचित वचन है. കാരണം ആമേൻ ഏത് സമയത്തും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. हर समय उपयोग करते हुए एक वचन है हम पढ़ा हुआ वचन. നമ്മളിവിടെ എങ്ങനെ വായിക്കുന്നത്? സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. इब्रानियों की पत्री 13वां अध्याय पहले पद में यही दिया है, भाईचारों की प्रीति बनी रहो, अतिथि सत्कार करना ना भूलना, क्योंकि इसके द्वारा कुछ लोगों ने अनजाने में स्वर्गदूतों को आदर सत्कार किया है. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവവചനം പറയുന്നത് ഒന്നാമത് സഹോദര പ്രീതി നിലനിൽക്കട്ടെ. प्रथम पद यही है, भाईचारों की प्रीति बनी रहे. കാരണം ദൈവവചനം പറയുന്നത് കാണുന്ന വ്യക്തിയെ, നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യക്തിയെ നമ്മൾ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. बाइबल यही समझाता है, सिखाता है, हमारा सामने देखता है जो भाइयों को ऊपर प्रेम नहीं रखता है तो अंधे की परमेश्वर को कैसा प्रेम कर सकते हैं. കാരണം നമ്മുടെ മുമ്പിലുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കുവാനോ മുമ്പിലുള്ള വ്യക്തികളെ സ്നേഹിക്കാനോ കഴിഞ്ഞില്ല എങ്കിൽ, അത് ആ സഹോദര സ്നേഹം ആമേൻ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. और हमारा सामने जो भाइयों को ऊपर प्रेम नहीं कर सकते हैं करता है, ऐसा होवे तो हमारा अज्ञानित भाइयों कहाँ है, वहां पर भी उनको प्रेम कैसा दिला सकते हैं. ആമേൻ. അതോടൊപ്പം തന്നെ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് അതിഥി സൽക്കാരം മറക്കരുത്. उसकी साथ भी साथ दूसरा पद में यही दिया है, अतिथि सत्कार करना भूलना. ആമേൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്തത് കൊണ്ട് അനേകരുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുവാൻ കഴിഞ്ഞു. ऐसे अतिथि सत्कार किया, इसी कारण में बहुत सारे लोगों का जीवन में बहुत फर्क पड़ा है. നമ്മളെപ്പോഴും പറയുന്നത് അബ്രഹാം ആമേൻ ദൂതന്മാരെ സൽക്കരിച്ചതിനെ കുറിച്ചാണ്. हर समय इसकी आधार की वचन इब्राहिम ने उनका घर में आया हुआ स्वर्गदूतों को खिलाया है. എന്നാൽ ബൈബിൾ പറയുന്നത് അബ്രഹാം മാത്രമല്ല, പലരും ദൈവദൂതന്മാരെ സൽക്കരിക്കുവാനുള്ള അവസരം അവർക്കുണ്ടായി. केवल अब्राहिम नहीं, और बहुत लोग बाइबल के इतिहास में बहुत लोग ये अतिथि सत्कार को जागृति में थे. കാരണം യേശുക്രിസ്തു പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നു. मसीह ने यही बात दी, चेतावनी दी, तुम्हारे से भी छोटा, इसका अर्थ कंगाल, दरिद्र इत्यादि लोगों को तुमने किया, जो किया हुआ सेवकाई मेरे लिए किया है. റോമർ 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, रोमियों की पत्री 12वां अध्याय में ये वचन भी दिया गया है. അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. जो रोमियों की पत्री 12वां अध्याय 12-13 पद में लिखा है, आशा में आनंदित रहो, क्लेश में स्थिर रहो, प्रार्थना में नित्य लगे रहो, पवित्र लोगों को जो कुछ आवश्यकता हो उसी में उनकी सहायता करो, बहुनाई करनो में लगे रहो.
അതെ, ആമേൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. पौलुस यही वचन दिया है, पवित्र लोगों के को जो कुछ आवश्यकता हो आशा में आनंदित रहो. എന്നാൽ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, വെറുവെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പി. और पगले पत्रोस की पत्री में यही लिखा है, कुड़कुड़ाना नहीं, इतना प्रेम याद स्मरण करते हुए अतिथियों को सत्कारित करे. കാരണം നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന് തിരുവചനം പറയുന്നു. कारण यही है, कुछ हम दूसरों को किया करता है, बहुत प्रेम मेल मिलाप में करे. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ചില വ്യക്തികളെ എടുത്തു പറയുന്നുണ്ട്. रोमियों की पत्री 16वां अध्याय में प्रेरित पौलुस ने प्रत्येक लोगों के बारे में, उनकी सेवकाई के बारे में बताता है. ആ 16-ന്റെ 23-ൽ ചെല്ലുമ്പോൾ അവിടെ ആമേൻ എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗയോസിനെ വന്ദനം ചെയ്യുന്നു. और रोमियों की पत्री 16वां अध्याय 23वां पद में यही वचन दिया, गायुस जो मेरी और कलीसिया की पहुराई करने वाला है, उसका तुम्हें नमस्कार. इरातुस जो नगर के भंडारी है और भाई क्वारंथ का तुमको नमस्कार. ആമേൻ. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം അയച്ചിട്ട് ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ ഏലിയാവിനെ സൽക്കരിച്ച വിധവയെ കുറിച്ച് നമുക്കറിയാം. पगले राजा की पुस्तकों में एलिया एक विधवा के घर की ओर गई, जो विधवा ने एलियाहू को सत्कार किया है, इसका बारे में पाया जाता है. ആമേൻ. 17-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ആ വിധവയുടെ കയ്യിൽ ഉള്ളത് തന്നെ മൊത്തവും കൊടുത്ത് ആ ഏലിയാവിനെ തൃപ്തിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. 17वां अध्याय में जो एलिया ने विधवा के घर में पहुंचा, जो विधवा ने इनका घर में जो कुछ था वो खिलाया, उनको एलियाहू को संभाला है, इसके बारे में हम पाया जाता है. ആമേൻ. നമുക്കറിയാം 18 മാസക്കാലം ഏലിയാവിനെ സംരക്ഷിച്ചത് ആമേൻ ഒരല്പം ആട്ടയും അല്ലെങ്കിൽ ഒരു റൊട്ടി ഉണ്ടാക്കാനുള്ള മാവും അല്പ എണ്ണയും വെച്ച് ആ വിധവ ഏലിയാവിനെ പോഷിപ്പിച്ചത്. और वहां पर हम पाया जाता है, एलिया को 18 महीना वहां पर थोड़ा सा आटा, थोड़ा सा तेल, ये 18 महीना उनको खिलाया है. കാരണം അവൾ പറയുന്നു, എന്റെ കയ്യിൽ ഇത്രയുമേ ഉള്ളൂ, അല്പമേ ഉള്ളൂ, പക്ഷെ അതും അവൾ കൊടുത്ത് ആ ദൈവപുരുഷനെ അവിടെ സൽക്കരിച്ചത് നമുക്ക് കാണാം. एलिया ने विधवा को एक रोटी की टुकड़ा मांगा है, लेकिन ये स्त्री ने कहने लगी, थोड़ा सा आटा है, थोड़ा सा तेल है, ये हम खाकर मृत्यु पाने का है, लेकिन 18 महीना वह परमेश्वर विधवा के घर में एलियाहू को पालन पोषण की है. അവൾ അവളുടെ ഉള്ള അവസ്ഥ അവിടെ വെളിപ്പെടുത്തി, എന്റെ കയ്യിൽ അധികം ഒന്നുമില്ല, പക്ഷെ ഉള്ളത് അല്പമാ, അതുപോലും അവൾ ആ ദൈവപുരുഷന് വേണ്ടി നൽകി. और उनका घर में थोड़ा सा है, लेकिन ये आश्चर्य बात है, लेकिन वहां पर वो औरत ने, विधवा ने एलियाहू को जितने थे वो इतना दिया है. എന്ന് പറഞ്ഞാൽ തന്റെ കുഞ്ഞിനും തനിക്കും വേണ്ടി ഉള്ളതിനെ എടുത്ത് ആ ദൈവപുരുഷനെ സൽക്കരിച്ചു. वो उनका बेटा को देने का था रखा, वो ही परमेश्वर की दास को खिलाया है. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനെ ലേഖനം എഴുതുമ്പോഴും അവിടെ അധ്യക്ഷന്മാരെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴും അവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ഒരു പ്രത്യേക ഒരു അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനോട് പറയുന്നുണ്ട്. तिमोथियुस की और प्रेरित पौलुस ने सेवकाई के लिए नियुक्त किया,
कैसे वालों को चुन लेना, कैसे वालों को रखना, इसके बारे में चेतावनी दिया है। കാരണം അവിടെയും പറയുന്നത് അതിഥി സൽക്കാരം ചെയ്യുന്നവരായിരിക്കണമെന്ന്. अतिथि सत्कार करने वालों को चुन लेना, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി, औरों को लिए करने वाला व्यक्ति होना चाहिए। അങ്ങനെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവപുരുഷന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇന്ന് പകൽക്കാലം നമുക്ക് പരിചയപ്പെടാം. आज ऐसे परमेश्वर की काम कार्यों में फलदायी के काम किए हुए एक व्यक्ति का बारे में हम परिचय करेंगे। ആമേ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാൻ കഴിയും. दूसरा राजा में एक अच्छा ऐसा फलदायी काम करने वाला व्यक्ति के बारे में हम जान ले। 4-ാം അധ്യായം 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സ്ത്രീയെ കുറിച്ച് കാണുവാൻ കഴിയും. और दूसरा राजा 4 अध्याय की 8वां पद में से लेकर एक स्त्री के बारे में वहां पर पाया जाता है। ആമേൻ. ആ സ്ത്രീയെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് ഒരു ചരിത്രം തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ये स्त्री के बारे में एक इतिहास वहां पर हम पाया जाता है। കാരണം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. एक दिन की बात है कि एलिशा शूनेम को गया, जहां एक कुलीन स्त्री थी। അതെ, ഇവിടെ ഈ ധനികയായ സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്. ये कुलीन स्त्री के बारे में इसका धनवान है, वो स्त्री का बारे में यही हम पाया जाता है। കാരണം ഈ സ്ത്രീയെ കുറിച്ച് എബ്രായ ഭാഷയിൽ പറയുന്നതിന് ചില അർത്ഥങ്ങളുണ്ട്. ये स्त्री का बारे में इब्रानियों की पद में ऐसे लिखा है, ആമേൻ. മാനവും സ്ഥാനവും ധനവും കുടുംബ പാരമ്പര്യവും എല്ലാം ഉള്ള ഒരു സ്ത്രീ, ആ അർത്ഥത്തിലാണ് ആ വാക്കിനെ ഉപയോഗിച്ചിരിക്കുന്നത്. आदर है, धन है, आदरणीय है, ऐसे प्रकार की बहुत बात कह सकते, ऐसा एक स्त्री का बारे में ये अर्थ दिखाते हैं। മാത്രമല്ല അവളെ കുറിച്ച് ആമേൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്നത് വേലക്കാരെ സഹായിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ये स्त्री के बारे में ऐसा हम पाया जाता है, नौकरों को सहाय करने वाले, നല്ലൊരു ആത്മീക കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. बहुत आत्मिक दर्शन पाया हुआ स्त्री थी, വിനയമുള്ള സ്ത്രീ ആയിരുന്നു. नम्रता है ऐसा स्त्री, വലിയ വിശ്വാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. बहुत बड़े विश्वासी योग्य थे। അപ്പൊ ഇതിനെല്ലാത്തിനും ആമേ യോഗ്യയായ ഒരു സ്ത്രീ, അതാണ് അവിടെ പറയുന്നത് ധനികയായ ഒരു സ്ത്രീ. और सब बातों में संबंध है, ये अर्थ के साथ यहाँ पर कुलीन स्त्री नाम दी गई है। അതെ, നമ്മൾ ധനികയായ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വലിയ സമ്പത്തുള്ള ഒരു സ്ത്രീ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. वहां पर धनी व्यक्ति की स्त्री के बारे में बताया, हम ऐसी कल्पना करते हैं धन के बारे में इतनी संपन्न हुई है। എന്നാൽ അവൾ വെറും പണത്തിൽ മാത്രം സമ്പന്നരായിരുന്നില്ല, എല്ലാ കാര്യത്തിലും അവൾ ഒരു സമ്പന്നയുള്ള സ്ത്രീ ആയിരുന്നു. केवल धन में से संपन्न नहीं, हर प्रकार की योग्यता पाया हुआ एक स्त्री थी। ആമേൻ. ആ സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. वो ही स्त्री के बारे में धर्मशास्त्र में सिखाते हैं। അവൾക്ക് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ദൈവപുരുഷനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടായിരുന്നു. वो स्त्री को एक व्यक्ति को देखने में उनको ऐसा वो पुरुष यहोवा भक्त वाला है नहीं है, ये समझ ले सकते हैं। അങ്ങനെയുള്ള ഒരു ആത്മീക കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആത്മീക ദർശനം പ്രാപിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഈ ധനികയായ സ്ത്രീ. ऐसा और संबंध वाले थे, इसकी मतलब दर्शन है,
अच्छे कुलीन स्त्री के बारे में। ആമേൻ. അത് ഇവിടെ കാണുന്നുണ്ട്, അവളുടെ വീടിനടുക്കൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി. दिनम प्रति उन्होंने ऐसे देखते हैं, उनके घर के सामने से चलते मुसाफरी दिनम प्रति करते हुए एक पुरुष, അവൾ ആ വ്യക്തിയെ ഭക്ഷണത്തിന് വേണ്ടി നിർബന്ധിച്ചു. जो पुरुष को दिनम प्रति भोजन खिलाने के लिए बुलाया। അപ്പോ ഈ അവളുടെ വീടിനടുക്കൽ കൂടെ അനേകർ കടന്നു പോകാറുണ്ട്, പക്ഷെ ഒരു വ്യക്തിയെ മാത്രം അവൾ ഭക്ഷണത്തിന് വേണ്ടി നിർബന്ധിക്കും. वो उनका घर के सामने से बहुत सारे पुरुषों चलते फिरते हैं, लेकिन एक ही व्यक्ति को वो स्त्री ने खाना खिलाने के लिए बुलाया है। കാരണം ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അവൾ തന്റെ ഭർത്താവിനോട് വിവരിച്ചു പറയുന്നുമുണ്ട്. वो पुरुष कैसे वाले हैं, इसके बारे में उनका पति का साथ बातचीत की है। അത് അവൾ ആ പുരുഷനെ വീട്ടിൽ ക്ഷണിച്ച് അവന് ഭക്ഷണം കൊടുത്തു. മാത്രമല്ല, പിന്നീട് ആ വഴിക്ക് പോകുമ്പോഴെല്ലാം എലീശ അവിടെ കയറി ഭക്ഷണം കഴിക്കുമായിരുന്നു. वो खड़ी में उनको बुलाकर खिलाया। केवल इतना नहीं, एलिशा ने वो रास्ता से मुसाफरी करते हैं, कभी भी जाते हैं, उसी समय उनका घर में आकर निरंतर खाना में बैठाते रहे। അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്ന ആ എലീശയെ കണ്ടിട്ട് അവൾ തന്റെ ഭർത്താവിനോട് ഒരു ആവശ്യം ഉന്നയിക്കും. ऐसा दिनम प्रति देखा हुआ ये परमेश्वर की दास को देखते हुए वो कुलीन स्त्री ने अंगा पति की ओर बातचीत की है। അവൾ പറയുന്നത്, കൂടെ കൂടെ നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. 8वां पद में ये वचन दिया है कि दिन की बात है, एलिशा शिने में गए, यहाँ पर एक कुलीन स्त्री थी और उसके से रोटी खाने के लिए विनती करके विवश किया। अंदर जब जब वह उधर से जाते तब तब वह वहां रोटी खाने को उतरता था। എങ്ങനെയാണ് ഈ സ്ത്രീ ഈ വ്യക്തിയെ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് മനസ്സിലാക്കിയത്? ये स्त्री को कैसा मालूम पड़ा है, पवित्रताई में रहने वाले एक परमेश्वर का पुरुष है। ആമേൻ. ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കാമെങ്കിൽ ആമേൻ നല്ലതും തീയതും തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. आजकल दिनों में हम देखे हैं भलाई बुराई और उसको भेर भर के नहीं पढ़ते हैं। കാരണം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെ ജനത്തോടും ശിഷ്യന്മാരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. वो यीशु मसीह अपना चेलों के साथ चेतावनी दिया, उसके बारे में भी हम देखते हैं। മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. मत्ती का सुसमाचार 7वां अध्याय है, उसके 15वां अध्याय वचन में यीशु मसीह ने दिया हुआ शब्द पाया जाता है। കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. झूठे भविष्यवक्ताओं को ध्यान दे और बाहरी दिखावट में बहुत पवित्रताई दिखाएंगे, लेकिन अंदर की बात भी बात काट फाड़ कर भालू की नाई है। ആമേൻ. അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? उसका 16वां पद में यही दिया है, जो उसका भल के कारण से उनको जांच सकते हैं और लता में से जो कड़वा की चीज, ऐसी बात वचन भी दिया है। അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. अच्छे अच्छे वृक्षों में से अच्छे अच्छे फल देता है, बुराई वृक्षों में से बुराई फल देते हैं। അപ്പോ ഫലങ്ങളാൽ ആ വൃക്ഷത്തെ തിരിച്ചറിയാമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. भल के कारण से वो वृक्ष कौन सा है जांच ले सकते हैं।
ആമേ യോഹന്നാൻ അപ്പോസ്തലനും അത് തന്നെ പറയുന്നുണ്ട്, അത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. और यूहन्ना सुसमाचारक ने वही शब्द दिया गया है। പക്ഷെ ഇവിടെ ഈ സ്ത്രീ പറയുന്നത് ഈ ആൾ, അതായത് ഞങ്ങളുടെ വീടിൽ വരുന്ന ഈ വ്യക്തി വിശുദ്ധനായൊരു ദൈവപുരുഷനാകുന്നു എന്ന് ഞാൻ കാണുന്നു. और यूहन्ना ये राजा दूसरा राजा 4 अध्याय में दिया, हमारा घर की ओर से चलते फिरते जो व्यक्ति परमेश्वर में पवित्र रहने वाले हैं। ആമേൻ. അപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് അവൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. वो व्यक्ति की तरफ से बहुत सारे अच्छे रीति पर जानकारी है। അതുകൊണ്ടാണ് 10ാം വാക്യത്തിൽ അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ദൈവപുരുഷന് വേണ്ടി നമ്മൾ ചിലത് ചെയ്തു കൊടുക്കുന്നത് അത് അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലായി. और 4 अध्याय के 10वां पद में हम भीत पर एक छोटी उबरोटी कोठरी बनाए, उसकी सेवकाई के लिए ये उनका पति का साथ बातचीत की है। വന്ന് വിശ്രമിക്കേണ്ടതിന്, ഭക്ഷിച്ച് അല്പം വിശ്രമിച്ചിട്ട് പോകേണ്ടതിന് ഒരു മുറി ഉണ്ടാക്കണം. അതിലൊരു കട്ടില് വേണം, മേശ വേണം, ഒരു നാൽക്കാലി, ഒരു ചെയർ വേണം, ഒരു നിലവിളക്ക് വേണം. ഇതെല്ലാം ഒരുക്കുവാൻ അവൾ തയ്യാറായി. ये स्त्री ने अपने पति का साथ बातचीत करके हम भीतर पर एक छोटी उभरौठी कोठरी बनाए और उसमें उसके लिए एक खाट, एक मेज, एक कुर्सी और एक दीवट रखे कि जब जब वह हमारे यहाँ पर आए तब तब उसी में ठिकारे करे। അതെ, പ്രൈസ് ദി ലോർഡ്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഭക്ഷിച്ചിട്ട് പോകുന്നു, എന്നാൽ ഒന്ന് വിശ്രമിച്ചിട്ട് പോകുവാൻ വേണ്ടി ഒരു മാളിക മുറി ഉണ്ടാക്കി കൊടുക്കുവാൻ അവൾ പ്ലാൻ ചെയ്തു. खाना खाते हैं, भोजन खाकर चले जाते हैं, लेकिन ये स्त्री ने ऐसी निर्णय ली, आते हैं खाना खा के विश्राम कर जाने के लिए अवसर हम बनाकर दूंगा। കാരണം ഇതൊരു ദൈവപുരുഷനാ, ഈ ദൈവപുരുഷൻ നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്ക് അനുഗ്രഹമാ, അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ വീട്ടിൽ ചേർത്തുകൊള്ളാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. ये परमेश्वर की दास हूं, कड़ी कड़ी हमारा घर पे आते हैं, हमारा घर की आशीर्वाद के लिए कारण बनेंगे। ആമേൻ. ഇവിടെ പറയുന്നത്, എന്നാൽ പിന്നീട് ഒരു സംഭവം ഉണ്ടാകുന്നത്, उसके अंदर एक संभव वहां पर हुई। അവൻ ഒരു ദിവസം വന്ന് ഭക്ഷിച്ചു, അവിടെ കിടന്ന് ഉറങ്ങി. എഴുന്നേറ്റിട്ട് അവൻ വിചാരിച്ചു അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. अनेक बार ऐसे घर में परमेश्वर के दास भविष्यवक्ता आता है, वो स्त्री ने ऐसा सेवकाई करते हैं, ये पुरुष ने, परमेश्वर के दास ने योजना बनाया, ये स्त्री के लिए हम क्या करूं प्रतिफल के लिए। കാരണം നമ്മെ ഇത്രത്തോളം നല്ല രീതിയിൽ പരിചരിക്കുകയും അതിഥി സൽക്കാരം ചെയ്യുകയും ചെയ്യുന്ന ആ സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. भविष्यवक्ता के मन में एक बात समझना पड़ा, हम ये रास्ता में से जाते हैं, हमारे के लिए इतनी सेवकाई करते हैं, जो स्त्री के लिए हमारे तरफ से क्या लाभ कर दूंगा। അതെ, അദ്ദേഹം അവൾ കൊടുക്കുന്നതെല്ലാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവിടെ കിടന്നുറങ്ങുകയും എല്ലാം ചെയ്തിട്ട് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു താല്പര്യം ആ എലീശയ്ക്കുണ്ടായി. ये स्त्री ने इतनी सेवकाई किया करता है, एलिशा का मन में ये सोच विचार की, इतनी मेहनत हमारे लिए करते हैं, इतने काम किया है करता है, उन्हीं के लिए प्रतिफल के साथ हम क्या दूंगा। അതുകൊണ്ട് ഗേഹസിയോട് പറഞ്ഞു, ആ ശൂനേംകാരത്തിയെ വിളിക്കുക. അവൻ അവളെ വിളിച്ചു. ആമേൻ. അവൾ വന്നു. इसी कारण में उनका दास है और शूनेगारी को, गेहसी को बोला शूनेगारी को बुलाए, हम उन्हीं के लिए कुछ करे, बातचीत करे। എന്നിട്ട് അവൻ എലീശ അവളോട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? രാജാവിന് വേണ്ടിയോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി എന്തെങ്കിലും അപേക്ഷിക്കാനുണ്ടോ?
ये स्त्री की और भविष्यवक्ता ने पूछताछ की, मैं तुम्हारे लिए क्या करूं? राजा और सेना की अधिपति, कोई किसी के बारे में, तुम्हारे बारे में कुछ कहने के लिए क्या बात है कहे। അപ്പോൾ ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയാണ്, वो स्त्री ने जवाब ऐसे दिया है, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു. मैं अपने खानदानों के बीच में रहते हैं। എന്ന് പറഞ്ഞാൽ അവൾ സംതൃപ്തി ഉള്ളവളായിരുന്നു. वही अर्थ है, वो संतृप्त होने वाली है। അവളുടെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നു, ചിലതെല്ലാം അവൾക്ക് ആവശ്യമായിരുന്നു. പക്ഷേ ആ ആവശ്യങ്ങളുടെ മധ്യേയും അവൾ സംതൃപ്തി ഉള്ളവളായിരുന്നു. इनका जीवन में कुछ रुकावट या कमी कटी है, आवश्यकता की बात है, फिर भी इनका खानदानों के बीच में वो बहुत सारे संतृप्त होकर रहने वाली थी। കാരണം അവൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രതിഫലം പറ്റുവാനോ അപേക്ഷകൾ സ്വീകരിക്കുവാനോ അവൾ താല്പര്യപ്പെട്ടിരുന്നില്ല. वही ने दूसरे की ओर से कुछ मांगने के लिए औरों की तरफ से कुछ आग्रह के बारे में उन्होंने कहने वाली नहीं थी। അവൾ ചെയ്യുന്നത് ഒരു ആദായമായിട്ട് അവൾ കരുതിയില്ല. उन्होंने किया करता है, प्रतिफल के लिए नहीं करते हैं। കാരണം 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. पहले तिमोथी 6वें अध्याय में प्रेरित पौलुस कहते हुए कुछ अमुक बात है। 6:6 നമ്മൾ വായിക്കുന്നത്, അലംഭാവത്തോട് കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. और ऐसे वचन दिया है, तो किया करता है, अच्छे मन से किया करो। ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതല്ല. 6वें अध्याय 6वें पद में पर संतोष सहित भक्त बड़ी कमाई है, क्योंकि ना हम जगत में कुछ लाए है और ना कुछ ले जाए सकते हैं। അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം. इसलिए प्रेरित पौलुस कहते हैं, यदि हमारे पास खाने और पहनने को हो तो इन्हीं पर संतोष करना चाहिए। കാരണം തുടർന്ന് പറയുന്നത്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യൻ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്നു, മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. पहले तिमोथेयुस 6वें अध्याय 9वां पद में उसको दिया है, पर जो धनी होना चाहते हैं वे ऐसा परीक्षा और फंदे और बहुत सी वृद्ध और हानिकारक लालसाओं में फंसते हैं। അതുകൊണ്ടാണ് പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുകളഞ്ഞു. द्रव्य के लिए आग्रह रखते हैं, जो हर प्रकार की विनाश के कारण बनाता है। അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടുക. इसी कारण में प्रेरित पौलुस तिमोथेयुस की ओर कहते हैं, हे प्रभु का पुरुष, तू सारे लालसा को छोड़कर चले जाओ। ഞാൻ പറയുന്നത് നമുക്ക് സാമ്പത്തികമായ നിലകളിൽ ഭദ്രമാക്കേണ്ട എന്നല്ല പറഞ്ഞത്. मैं कहने की अर्थ यही है, आर्थिक तौर पर हम संपन्न बनने के लिए, इकट्ठा करने के लिए इसका बारे में नहीं है। അതിനോടുള്ള അത്യാഗ്രഹം, അതാണ് ദൈവം വെറുക്കുന്നത്. वो धन के बारे में इतने लालसा रखता है, इसके बारे में बताता है। കാരണം 10-ാം വാക്യം പറയുന്ന ദ്രവ്യ ആഗ്രഹം എന്നാ പറയുന്നത്. ദ്രവ്യം ഒരിക്കലും അത് ദോഷമല്ല, ഇന്നത്തെ കാലത്തിൽ അത് നമുക്ക് ആവശ്യം. 10वां पद में, क्योंकि रुपये का लोभ सब प्रकार की बुराई की जड़ है। അപ്പോ ഈ ദ്രവ്യ ആഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ
അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പലവിധമാകുന്ന കെണികളിൽ അകപ്പെടുമെന്ന് അതിനു മുമ്പ് തന്നെ പൗലോസ് പറയുന്നു. रुपया की लोभ सब प्रकार की बुराई की जड़ है। इसी कारण में बहुत सारे लोग ये बंधे पर फंस गए हैं। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ ഒരു ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അത്യാഗ്രഹത്തിലേക്ക് കടന്നു പോകരുത്, നീ അതിൽ നിന്നും മാറി നിൽക്കുക. इसी कारण में प्रेरित पौलुस बताते हैं ये बंधे पर फंसना नहीं, वो छोड़कर चले जाओ. അവൻ ഈ സ്ത്രീ സകലത്തിലും ഒരു സംതൃപ്തിയുള്ളവളായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. ये स्त्री ने सारे सब कुछ में संतृप्त होने वाली थी. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച്, അവളോട് എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് തന്റെ ആവശ്യം പറയാമായിരുന്നു. ये स्त्री की ओर भविष्यवक्ता ने पूछताछ करने की समय है, वो स्त्री को धन की रुपया के बारे में कहने के लिए थे. അവൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. औरों की ओर से तात्पर्य नहीं है और धन की बारे में. കാരണം അവൾ ഇതാ ഈ ദൈവദാസന്മാർക്ക് വേണ്ടി സഹായിക്കുമ്പോഴും ആ ദൈവദാസനിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ല അവൾ ചെയ്യുന്നതെന്നാണ് ഇവിടെ നമ്മൾക്ക് വ്യക്തമാകുന്നത്. यहाँ पर यही वचन पाया जाता है, वो स्त्री ने आग्रह नहीं रखते हैं जो और भी थोड़ा धन बटोरने के लिए. എന്നാൽ ആമേൻ, എലീശയ്ക്ക് ഒരു ആഗ്രഹം അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവും. एलिशा को एक आग्रह है, एलिशा और उनके शिष्यों को इतनी सेवकाई करते हैं जो औरत, उन्हीं के लिए कुछ सहाय करना हमारा कर्तव्य है. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനും ആകുന്നു എന്ന് പറഞ്ഞു. 4 अध्याय 14 पद में फिर उसने कहा, तो इसके लिए क्या किया कहियाओ. गेहसी ने उत्तर दिया, निश्चय उसके कोई लड़का नहीं और उसका पति बूढ़ा है. ഒരു കാര്യം എന്നെ ഇവിടെ ചിന്തിപ്പിക്കാനിടയായി. एक शब्द उसमें ध्यान आया. പ്രവാചകനായ ശത്രു ഏത് ദിശയിൽ നിന്ന് വരുന്നു എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുള്ള പ്രവാചകനായ എലീശ എന്തുകൊണ്ട് ഇവളുടെ കാര്യം അറിയാതെ പോയതാണോ? ऐसे मेरा सोच विचार है, शत्रु कहां से आते हैं, क्या हाल है, भविष्यवाणी देने वाला भविष्यवक्ता है, लेकिन ये स्त्री का कमी कट्टी क्या है, ये भविष्यवक्ता को मालूम नहीं पड़ा. അവൻ അത് എലീശ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഈ ഗേഹസി ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി. ये एलिशा को ये बात अज्ञानित है, इसी कारण में उनका दास ने ये बात बताना लगा. പക്ഷേ ഗേഹസി ആ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി. ये गेहसी ने ये धनी स्त्री की ओर से पूछताछ कर उनकी हाल क्या है जांच लिया है. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഈ എലീശ അവിടെ വിശ്രമിക്കുമ്പോൾ ഗേഹസി ഈ ശൂനേംകാരത്തിയുടെ അല്ലെങ്കിൽ പ്രൈസലോടെ ഈ സ്ത്രീയുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. भविष्यवक्ता वो घर में वास करते हैं, रहते हैं, लेकिन गेहसी ने एक स्त्री के साथ उसका कमी कटी क्या है उसके बारे में पूछताछ की है. അങ്ങനെയാ ഈ ചില ഗേഹസിമാരുണ്ട്, ഈ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടെങ്കിലും പ്രവാചകന്മാർക്കും അധികമായിട്ട് ചില സ്വാതന്ത്ര്യം എടുക്കുന്നത്. ये आजकल के भविष्यवक्ताओं के साथ गेहसी की नाई सेवकाई के लिए लोग हैं, उसकी अधिक चिंता विचार करने वाले हैं. അവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഗേഹസി പറയുക, അവൾക്ക് മകനില്ല, അവളുടെ ഭർത്താവ് വൃദ്ധനാണ്, ആ എല്ലാ കാര്യവും ഇവ മനസ്സിലാക്കി കഴിഞ്ഞു.
जो तुम्हारे लिए मैं क्या करूं, ये बात कहने की समय है। गैगसी ने उनका घर में कि हाल तो सब कुछ पूछताछ करके रखा, इसी कारण में जो कहते हैं उनका पुत्र नहीं, उनका पति बुढ़ापन में है। അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ ഗേഹസി അതിനകത്ത് കിടന്ന് നന്നായി കളിച്ചിട്ടുണ്ട്. उनका घर में क्या हाल है, घर के बारे में सोच विचार करने के लिए गैगसी ने ये घर का अंदर की बात तो पूरा उन्होंने बातचीत करते रहते थे। ആമേൻ. ഗേഹസി ആമേൻ മനസ്സിലാക്കിയത് അവിടുത്തെ സാഹചര്യങ്ങൾ, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണ്, അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ ഗേഹസി ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. और गैगसी शिष्य ने उनका पति का बारे में, बाल बच्चा के बारे में, घर खानदानों के बारे में सब कुछ पूछताछ करने वाले थे। കാരണം ഈ ഗേഹസിയുടെ സ്വഭാവം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണെന്ന്. गैगसी का स्वभाव हम जान लेगा तो मालूम पड़ते हैं। പ്രവാചകൻ എന്തെങ്കിലും നന്മകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു ഗേഹസി. भविष्यवक्ता ने प्रतिफल कुछ दिया जाएगा तो नहीं चाहिए कहने वाला एक अच्छे व्यक्ति है, ये इसके बारे में गैगसी ने जांच लिया है। പ്രീശലോട്. എന്നാൽ ഈ പ്രവാചകന് എന്റെ പ്രീശലോട് എന്താ എന്റെ ആമേൻ ഗുരുവായ ഈ പ്രവാചകന് വേണ്ടെന്ന് പറയുന്നതെല്ലാം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ये भविष्यवक्ता ने क्या कुछ त्याग करते हैं, जो त्यागना वस्तु मुझे चाहिए, मुझे को वो आग्रह करते हैं, ये सोच समझने वाले हैं। അത് പ്രവാചകൻ വേണ്ടെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള ശക്തി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഗേഹസി. भविष्यवक्ता जो कुछ बात कहते हैं उसके बारे में इतनी सोचने वाले नहीं है उनका दास गैगसी। കാരണം ഈ ഗേഹസിക്ക് അത്രത്തോളം ഉള്ള പരിജ്ഞാനമോ ദർശനമോ ഇല്ല. ये गैगसी को इतनी ज्ञान नहीं है भविष्यवक्ता के बारे में। അതുകൊണ്ട് ആമേൻ പ്രവാചകന് വേണ്ടാത്തതും എനിക്ക് വേണമെന്ന് ഒരു അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഗേഹസി. भविष्यवक्ता को नहीं चाहिए, जो त्याग करते वस्तु मुझे चाहिए, ये सोचने वाले हैं दास। കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അപ്പൊ ഈ ഗേഹസി അവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കാം. शायद हो ये स्त्री ने कुछ मांगा दिया, वो भविष्यवक्ता लेता नहीं है तो वो अपनाने के लिए आग्रह करते हुए दास थे। അതുകൊണ്ട് അവൻ അവിടുത്തെ വീട്ടുകാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. इसी कारण में उनका घर के भीतर की सारे बात पूछताछ करने वाले थे। അപ്പോൾ ആമേൻ ഗേഹസി അതുകൊണ്ടാ പറഞ്ഞത് അവിടുത്തെ വീട്ടിന്റെ സാഹചര്യം എല്ലാം എലീശയോട് പറഞ്ഞു. गैगसी ने इसी कारण में भविष्यवक्ता को कहने लगा उनके घर की भीतर की इतिहास ऐसे प्रकार है। എന്നാൽ ആമേൻ ഈ എലീശ അവിടെ നിന്ന് ആ നന്മകളെല്ലാം പ്രാപിക്കുമ്പോൾ ആ സ്ത്രീക്ക് വേണ്ടി അവളുടെ ജീവിതത്തിലെ അത്യാവശ്യമായ ആ കാര്യം ചെയ്തു കൊടുക്കുവാൻ ഇടയായി. भविष्यवक्ता ने इनके घर की कमी कटी की बात मान लेकर वो बात पूरा करने के लिए भविष्यवक्ता ने बात की है। പക്ഷെ അവൾക്കത് എലീശ പറയുമ്പോൾ അവൾക്കത് വിശ്വസിക്കുവാനോ ഏറ്റെടുക്കുവാനോ പോലും അവൾക്ക് കഴിഞ്ഞില്ല. भविष्यवक्ता ने बात दी और स्त्री को अपनाने के लिए, ग्रहण करने के लिए सामर्थ्य नहीं है। എന്നാൽ ആമേൻ ആ ദൈവപുരുഷൻ പ്രാപിച്ച നന്മയ്ക്കനുസരിച്ച് താൻ അവൾക്ക് വേണ്ടി ഒരു പ്രതിഫലം ചെയ്യുവാൻ ഇടയായി തീർന്നു. वो घर से, स्त्री का घर से भविष्यवक्ता ने जो प्रतिफल मांगा मिला, उसके आधार पर उनका घर में कुछ बदलाव डालने के लिए भविष्यवक्ता ने काम की है। ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്,
हम पढ़ा हुआ वचन में यही वचन दिया है। അപ്പോസ്തലനായ പൗലോസ് എബ്രായരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. इसी कारण में इब्रानियों की पत्री में हम दिया है भाईचारों की प्रीति बनी रहे। അതിനാൽ ചിലർ അറിയാതെ അവർ പോലും അറിയാതെ ദൈവദൂതന്മാരെയും സൽക്കരിക്കേണ്ടി വന്നു. अतिथि सत्कार करना ना भूलना, क्योंकि इसके द्वारा कुछ लोगों ने अज्ञान में स्वर्गदूत का आदर सत्कार किया है। അവർ ദൂതന്മാരെന്ന് അറിഞ്ഞിട്ട് ചെയ്തതല്ല, അവർ അതിഥി സൽക്കാരം ചെയ്തപ്പോൾ ദൂതന്മാരെയും ശുശ്രൂഷിക്കേണ്ടി വന്നു. स्वर्गदूत है ये मालूम नहीं पड़ा है, समझा नहीं है, वो अज्ञानित्व में आदर सत्कार किया है। അതുകൊണ്ട് ആമേൻ, അത് നിങ്ങൾ മറക്കാതെ അത് ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. पौलुस ने यही बात दिया है, जो बात स्वर्गदूतों को सेवकाई किया, इसी कारण में हम भी ये बात करने के लिए आगे बढ़ते रहे। ആ സ്ത്രീ ആമേൻ ആ ദൈവപുരുഷന് വേണ്ടി ചെയ്തു, അവളുടെ ആമേൻ കുറവുകളെല്ലാം നികത്തുവാനിടയായി തീർന്നു. ये परमेश्वर की दास ने, पुरुष ने ये स्त्री की कमी कटी को पूरा कर दिया है। ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आज हमारा आंख वो बंद करे, നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. परमेश्वर के हाथों में समर्पण करे। കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ അതിഥി സൽക്കാരം മറക്കരുത്. प्रभु की वचन यही चेतावनी देता है, अतिथि सत्कार को ना भूलना। ആമേൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. हम जो कुछ किया करता है प्रेम मेल मिलाप में करे। നിങ്ങൾ ചെയ്യുന്ന സകല പ്രവർത്തിക്കും അനുസരിച്ച് പ്രതിഫലം നൽകുവാൻ ദൈവശക്തൻ. हम किया करता है जो काम के आधार पर प्रतिफल लिया जाएगा। കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. कारण यही है, यीशु मसीह कोई किसी को कर्जदार नहीं है। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. आज सुबह ही भोर की समय हमारा मसीह के हाथों में समर्पण कर दे। സ്വർഗസ്ഥ പിതാവാ, ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे स्वर्गीय परम पिता, ये भोर की सुंदर अवसर के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. आज सुबह ही वक्त हमारा मसीह की ओर आने के लिए अवसर दिया, इसी कारण में धन्यवाद देता है। അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. मसीह की ओर से हमारा साथ बातचीत की, इसी कारण के धन्यवाद। ഈ വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ये वचन के आधार पर जीने के लिए हम सबों को तेरे हाथों में समर्पण कर दिया देता है। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता और पुत्र और पवित्र आत्मा के नाम में आशीर्वाद करते हुए प्रार्थना करते हैं। ആമേൻ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. सेवकाई के लिए हमको भी उपयोग किया, इसलिए धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना, इसलिए यीशु मसीह के नाम से आमीन। ആമേൻ, ആമേൻ.